രാജസ്ഥാനിലെ ശ്രീഗംഗ നഗറിൽ 13-കാരിയെ 4 ദിവസത്തോളം തടവിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലെത്തിച്ച് 10ഓളം പേർ ചേർന്നാണ് പീഡിപ്പിച്ചത്. നാടിനെ നടുക്കിയ സംഭവത്തിൽ ഹോട്ടലുടമയും ഇ-റിക്ഷ ഡ്രൈവറുമടക്കം 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂൺ 18-നാണ് കേസിന് ആസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. സുഹൃത്തിനെ കാണാൻ പോയി രാത്രി തിരികെ എത്തിയ പെൺകുട്ടി വീട്ടിലേക്ക് പോകാനായി ഒരു ഇ-റിക്ഷയിൽ കയറുകയായിരുന്നു. എന്നാൽ ഡ്രൈവറായ രാംബാബു കുട്ടിയെ വീട്ടിലെത്തിക്കുന്നതിന് പകരം നഗരത്തിലെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്നുള്ള 4 ദിവസങ്ങളിൽ നഗരത്തിലെ 4 വ്യത്യസ്ത ഹോട്ടലുകളിലായി കുട്ടിയെ താമസിപ്പിക്കുകയും ലഹരി നൽകി ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. കുട്ടിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് ജൂൺ 22-ന് ജോയ് ഇൻ എന്ന ഹോട്ടലിൽ നിന്നാണ് കുട്ടിയെ മോചിപ്പിച്ചത്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഉടമ മായങ്ക് സൈൻ, മാനേജർ ഹർദീപ് നാഥ്, റിക്ഷ ഡ്രൈവർ രാംബാബു എന്നിവരുൾപ്പെടെ 10 പേർ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിൽ 5 പേർ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ ഉൾപ്പെട്ട 4 ഹോട്ടലുകളിലെയും CCTV ദൃശ്യങ്ങൾ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഹരിശങ്കർ യാദവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പരിശോധിച്ചു വരികയാണ്. ഇതിൽ ഒരു ഹോട്ടൽ പോലീസ് സീൽ ചെയ്തു. ഇതിനിടെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. MLA രൂപീന്ദർ സിംഗ് കുന്നാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ശ്രീഗംഗ നഗറിൽ പ്രകടനം നടത്തി. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.